Hello, welcome back. ഈ ഒരു ചെറിയ വീഡിയോയിൽ നമ്മൾ വേരിയബിൾ ആർഗ്യുമെന്റ്സ് ഇൻ പൈത്തനെ കുറിച്ചാണ് പറയാൻ പോകുന്നത്. സോ അതിന് വേണ്ടിയിട്ട് നമുക്ക് ആദ്യം ഒരു ഫംഗ്ഷൻ ഡിക്ലെയർ ചെയ്യാം. ഓക്കെ, df ഞാൻ വെറുതെ മൈ ഫംഗ്ഷൻ എന്ന് പേര് കൊടുക്കുകയാണ്. ഓക്കെ, മൈ ഫംഗ്ഷൻ, എന്നിട്ട് അതിന് രണ്ട് ആർഗ്യുമെന്റ്സ് എക്സ് കോമ വൈ, എന്നിട്ട് അതിനകത്ത് റിട്ടേൺ എക്സ് പ്ലസ് വൈ. ഓക്കെ, രണ്ട് നമ്പേഴ്സ് ആഡ് ചെയ്യുന്ന ഒരു ചെറിയ ഫംഗ്ഷൻ. എന്നിട്ട് അതിനെ നമുക്ക് ഇവിടെ താഴെ വിളിക്കാം മെയിനിൽ, അതായത് മൈ ഫംഗ്ഷൻ ഓഫ് ഒരു 5,6 എന്ന് കൊടുക്കാം. ഓക്കെ, എന്നിട്ട് അത് പ്രിന്റ് ചെയ്താൽ നമുക്ക് എന്തായിരിക്കും ഔട്ട്പുട്ട് കിട്ടുക? രണ്ട് നമ്പർ ആഡ് ആയിട്ട് അതിൻ്റെ ഔട്ട്പുട്ട് വരും അല്ലേ, അതായത് 11 എന്ന് വന്നു. ഓക്കെ, സോ ഇതേ ഫംഗ്ഷനിൽ നമ്മൾ 5, 6, ഒരു 8 കൂടെ കൊടുത്തു എന്ന് വിചാരിക്കാം. ഓക്കെ, ഇങ്ങനെ കൊടുത്തു കഴിഞ്ഞിട്ട് നമ്മളിത് റൺ ചെയ്താൽ ഇവിടെ എറർ വരും. ഓക്കെ, മൈ ഫംഗ്ഷൻ ടേക്സ് 2 പൊസിഷൻ ആർഗ്യുമെന്റ്സ് ബട്ട് 3 were given. ഓക്കെ, സോ നമ്മൾ സാധാരണ ഇത്രയും കാലം പൈത്തണിൽ ചെയ്തതെല്ലാം നമ്മുടെ നമ്പർ ഓഫ് ആർഗ്യുമെന്റ്സ് എപ്പോഴും ഫിക്സ്ഡ് ആണ്. ഓക്കെ, അത് വേരിയിങ് അല്ല, വേരിയബിൾ അല്ല, ഫിക്സ്ഡ് നമ്പർ ഓഫ് ആർഗ്യുമെന്റ്സേ നമുക്ക് സാധാരണഗതിയിൽ ഒരു ഫംഗ്ഷനിലേക്ക് പാസ് ചെയ്യാൻ പറ്റുള്ളൂ. പക്ഷേ നമുക്ക് വേരിയബിൾ നമ്പർ ഓഫ് ആർഗ്യുമെന്റ്സ് പാസ് ചെയ്യാനും ഒരു വഴിയുണ്ട് പൈത്തണിൽ. അതിന് നമ്മൾ എന്താ ചെയ്യാന്ന് വെച്ചാൽ ഇവിടെ 5, 6, 8 ഇങ്ങനെ കിടക്കട്ടെ, എന്നിട്ട് ഈ എക്സ് കോമ വൈ മാറ്റിയിട്ട്, മാറ്റാതെ നിങ്ങൾക്ക് കൊടുക്കാം അല്ലെങ്കിൽ നമുക്ക് മാറ്റാതെ കൊടുക്കാം അല്ലെ, ഇവിടെ കോമ സ്റ്റാർ ആർഗ്സ് എന്നുള്ള ഒരു എക്സ്ട്രാ ആർഗ്യുമെന്റും കൂടെ ഞാൻ പാസ് ചെയ്യണം. ഓക്കെ, സ്റ്റാർ ആസ്ട്രിക്സ് അല്ലെങ്കിൽ സ്റ്റാർ ആർഗ്സ് കൊടുത്തു കഴിഞ്ഞാൽ നമുക്കിവിടെ എത്ര ആർഗ്യുമെന്റ്സ് വേണമെങ്കിൽ ഇനി പാസ് ചെയ്യാം. ഓക്കെ, സോറി 5, 6, 9 0 തന്നെ കിടക്കട്ടെ, പിന്നെ ഏതാ 7. ഓക്കെ, ഇങ്ങനെ ഒരുപാട് ആർഗ്യുമെന്റ്സ് നമുക്ക് പാസ് ചെയ്യാം. ഈ പാസ് ചെയ്യുന്ന ആർഗ്യുമെന്റ്സ് എല്ലാം ഈ ആർഗ്സിലേക്ക് വരും, അതായത് എക്സിലും വൈയിലും 5ഉം 6ഉം വരും. എന്നിട്ട് ഈ ആർഗ്സിൽ ബാക്കിയുള്ള ആർഗ്യുമെന്റ്സ് എല്ലാം വരും. അതായത് ഞാനിവിടെ ഇതിനകത്തൊരു പ്രിന്റ് സ്റ്റേറ്റ്മെന്റ് പ്രിന്റ് ആർഗ്സ് എന്ന് കൊടുക്കുകയാണ്. ഓക്കെ, ഇപ്പം നമുക്ക് എന്തായിരിക്കും വരിക എന്ന് കാണാം. ഓക്കെ, റൺ ചെയ്യുമ്പോൾ നോക്കൂ, ആർഗ്സിൽ 8, 9, 0, 7 ഈ എക്സ്ട്രാ ആർഗ്യുമെന്റ്സ് എല്ലാം വേരിയബിൾ നമ്പർ ഓഫ് ആർഗ്യുമെന്റ്സ് എത്രയാണ് വേണമെങ്കിൽ നിങ്ങൾക്ക് കൊടുക്കാം. അതൊരു ട്രിപ്പിളായിട്ട് ഇങ്ങോട്ട് പാസ്സായി. എക്സിലും വൈയിലും ആദ്യത്തെ 5ഉം 6ഉം വന്നു, എന്നിട്ട് അത് ആഡ് ചെയ്തിട്ട് അത് റിട്ടേൺ ചെയ്യുന്നതാണ് 11. ഓക്കെ, അതായത് ഇപ്പം നമ്മൾ ഇവിടെ എക്സ് വൈ എടുത്ത് കളയുകയാണെങ്കിൽ, ഓക്കെ, അപ്പോൾ ഈ റിട്ടേൺ എക്സ് പ്ലസ് വൈ എറർ വരും. നമുക്ക് ജസ്റ്റ് റിട്ടേൺ ട്രൂ എന്ന് കൊടുത്താൽ മതി. ഓക്കെ, എന്നിട്ട് നമ്മളിതിപ്പോൾ റൺ ചെയ്യുകയാണെങ്കിൽ നോക്കിക്കോളൂ, ആർഗ്സിൽ എന്തൊക്കെയുണ്ട്? 5, 6, 8, 9, 0, 7 ഓൾ ദ വാല്യൂസ്. നമ്മൾക്ക് ഈ ഫംഗ്ഷനിൽ എത്ര വാല്യൂ പാസ് ചെയ്തോ അതെല്ലാം ഈ ആർഗ്സിൽ വരും. ഓക്കെ, ഇതൊരു ട്രിപ്പിളായിട്ട്, ഇനിയിപ്പോൾ നമ്മൾ 10, 99 ഇങ്ങനെ എല്ലാം പാസ് ചെയ്താലും ഇതെല്ലാം ഈ ആർഗ്സിലേക്ക് വരും. ഓക്കെ, ഇതൊരു ട്രിപ്പിളായിട്ടാണ് വരിക. അപ്പോൾ അതായത് നമ്മളിപ്പോൾ ഇവിടെ റിട്ടേൺ പ്രിന്റ് നമുക്ക് കളയാം, പ്രിന്റിൻ്റെ ആവശ്യം ഇല്ലല്ലോ. റിട്ടേൺ സം ഓഫ് ആർഗ്സ് എന്ന് കൊടുത്തു കഴിഞ്ഞാൽ, അതായത് ട്രിപ്പിളിലെ സം കണ്ടുപിടിക്കാൻ പൈത്തണിൽ ഇൻബിൽറ്റ് ആയിട്ടുള്ള മെത്തേഡാണല്ലോ. അപ്പോൾ നമുക്കത് റൺ ചെയ്താൽ നോക്കൂ 144 വന്നു. സോ ഇങ്ങനെയാണ് ആർഗ്സ് വർക്ക് ചെയ്യുന്നത്. ഈ ആർഗ്സിന് പകരം നിങ്ങൾക്ക് എന്ത് വാല്യൂ വേണമെങ്കിൽ കൊടുക്കാം. അതായത് നംസ് എന്ന് കൊടുത്തു വിചാരിക്കും, ഇവിടെ ഞാൻ നമ്പേഴ്സ് എന്നുള്ള അർത്ഥത്തിൽ. ഓക്കെ, എന്നിട്ട് ഇവിടെ നംസ് എന്നാക്കിയാൽ ഇതേ വാല്യൂ തന്നെ വരും. ഓക്കെ, 144 തന്നെ വരും. ഈ സ്റ്റാർ ഇടണം എന്നുള്ളതാണ് പ്രധാനം. ഓക്കെ, സ്റ്റാർ മറക്കരുത്. പേര് എന്ത് വേണമെങ്കിൽ ആവാം, പക്ഷെ നമ്മൾ കൺവെൻഷൻ ആർഗ്സ് ആണ്, അതുകൊണ്ട് ആർഗ്സ് കൊടുക്കുന്നതേ ഉള്ളൂ. ഓക്കെ, സോ അതാണ് ആർഗ്യുമെന്റ്സ്, വേരിയബിൾ നമ്പർ ഓഫ് ആർഗ്യുമെന്റ്സ്. ഇതുപോലെ തന്നെ കീവേഡ് ആർഗ്യുമെന്റ്സ് ഉണ്ട്. കീവേഡ് ആർഗ്യുമെന്റ്സ് നമ്മൾ ഡിക്ഷണറിയിൽ കൊടുക്കുന്ന പോലെ കീ വാല്യൂ ആയിട്ട് കൊടുക്കുക. അതിനെയാണ് കീവേഡ് ആർഗ്യുമെന്റ്സ് എന്ന് പറയുക. അതും നമുക്ക് കൊടുക്കാം. അപ്പോൾ അത് ഞാനൊരു വേറെ ഫയലിൽ കാണിക്കാം. ഇനി നമുക്ക് കീവേഡ് ആർഗ്യുമെന്റ്സിനെ കുറിച്ച് പറയാം. അപ്പോൾ ഞാനിവിടെ ഒരു ഫംഗ്ഷൻ ഡിഫൈൻ ചെയ്ത് വെച്ചിട്ടുണ്ട്, അതിനെ ജസ്റ്റ് കോൾ ചെയ്തിട്ടുണ്ട്. എന്നിട്ട് ഈ ഒരു ആർഗ്യുമെന്റ് പാസ് ചെയ്യുന്നിടത്ത് ഞാൻ എന്താ ചെയ്യാൻ പോകുന്നത് വെച്ചാൽ കീ വാല്യൂ പെയർ ആയിട്ട് പാസ് ചെയ്യാണ്. അതായത് ഒരു വേരിയബിൾ നെയിം എന്ന് കൊടുക്കാം, നമുക്ക് ഇസ് ഈക്വൽ ടു ഒരാളുടെ പേര് കൊടുക്കാം. നമുക്ക് എന്ത് പേര് കൊടുക്കുക? എലൻ എന്ന് കൊടുക്കാം. ഓക്കെ, എന്നിട്ട് വേറൊരു വേരിയബിൾ കോമ ഇട്ടിട്ട് ഏജ് ഇസ് ഈക്വൽ ടു 12 എന്ന് കൊടുക്കാം. ഓക്കെ, കോമ ഇട്ടിട്ട് പ്ലേസ്, ഇതൊക്കെ വേരിയബിൾ നെയിംസ് ആണ്, ഇസ് ഈക്വൽ ടു കേരള എന്ന് കൊടുക്കാം. ഓക്കെ, സോ ഇത് ഒരു കീവേഡ് വാല്യൂ കീ പെയർ ആയിട്ട് നമ്മൾ വേരിയബിൾസ് ആയിട്ട് പാസ് ചെയ്യാണ്. എന്നിട്ട് നമ്മൾ ഇവിടെ അതിനെ റിസീവ് ചെയ്യുന്നത് സ്റ്റാർ ഇട്ടിട്ട് 2 സ്റ്റാർ ഇട്ടിട്ട് ക്വാർക്സ് എന്ന് പറഞ്ഞാൽ കീവേഡ് ആർഗ്യുമെന്റ് എന്നുള്ള അർത്ഥത്തിൽ KW ആർഗ്സ് അങ്ങനെ കൊടുക്കുക. എന്നിട്ട് നമുക്കതൊന്ന് പ്രിന്റ് ചെയ്ത് നോക്കാം. ഓക്കെ, പ്രിന്റ് ചെയ്യുമ്പം എന്ത് വരും നോക്കൂ, നെയിം അലൻ, ഏജ് 12, പ്ലേസ് കേരള, ഒരു ഡിക്ഷണറി ഫോർമാറ്റിൽ അത് വന്നു. ഇത് നമുക്ക് എങ്ങനെ വേണമെങ്കിൽ യൂസ് ചെയ്യാം. അപ്പോൾ ഇതിൻ്റെ കൂടെ നമുക്കിനി വേരിയബിൾ ലെങ്ത്തിൽ ഉള്ള വാല്യൂസ് പാസ് ചെയ്യണമെങ്കിൽ, അതായത് പ്ലേസ്, ഇനി എന്താ പാസ് ചെയ്യുക? ഡിസ്ട്രിക്റ്റ് പാസ് ചെയ്യുക അല്ലേ. ഡിസ്ട്രിക്റ്റ് ഇസ് ഈക്വൽ ടു നമുക്ക് പാലക്കാട് കൊടുക്കാം. ഓക്കെ, സോ ഇങ്ങനെ കൊടുത്തു കഴിഞ്ഞാൽ അതും കൂടെ വരും. റൈറ്റ്, സോ ഇങ്ങനെയാണ് കീവേഡ് ആർഗ്യുമെന്റ്സ് വർക്ക് ചെയ്യുക. ഒരു എക്സാമ്പിളും കൂടെ നമുക്ക് ചെയ്യാം. ഓക്കെ, നോക്കൂ, അപ്പോൾ ഞാനിവിടെ ക്യാപിറ്റലൈസ് വാല്യൂസ് എന്ന് പറഞ്ഞിട്ടൊരു ഫംഗ്ഷൻ ഡിക്ലെയർ ചെയ്തിട്ടുണ്ട്. അതിനകത്തേക്ക്
സ്റ്റാർ എന്ന് പറഞ്ഞിട്ട് കീവേഡ് ആർഗ്യുമെന്റ്സ് പാസ് ചെയ്യാനുള്ള ഓപ്ഷൻ കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് ഈ ഒരു ഫംഗ്ഷനെ ഞാൻ 2 പ്രാവശ്യം ഇവിടെ വിളിക്കുന്നുണ്ട്. ഓക്കെ, ഒന്നാമത്തെ പ്രാവശ്യം നെയിം, ഏജ്, പ്ലേസ് എന്ന് പറഞ്ഞിട്ട് 3 വാല്യൂസ് ആണ് പാസ് ചെയ്യുന്നത്. ആലൻ, 12, കേരള. രണ്ടാമത്തെ പ്രാവശ്യം വിളിക്കുമ്പോൾ നെയിം, പ്ലേസ്, ജോബ് എന്ന് പറഞ്ഞിട്ട്. ഓക്കെ, സോ ഈ വാല്യൂസിന് ഒരു പ്രശ്നമുണ്ട്. നോക്കൂ, ഈ ആലൻ, മാളവിക, തമിഴ്നാടു, കേരള എന്നൊക്കെ എഴുതിയത് ക്യാപിറ്റൽ കേസും സ്മോൾ കേസും ഒക്കെ മിക്സ് ചെയ്തിട്ട് ആകെ വൃത്തികേടായിട്ടായിരിക്കുന്നത്. അപ്പോൾ എനിക്കതൊരു യൂണിഫോം ആയിട്ട് ക്യാപിറ്റൽ കേസിൽ വരണം. അതായത് ആദ്യത്തെ ലെറ്റർ മാത്രം ക്യാപിറ്റലും ബാക്കിയെല്ലാം സ്മോളും ആയിട്ട് അങ്ങനെ വരണം എന്ന് വിചാരിക്കുക. അതിന് വേണ്ടിയിട്ടാണ് ഞാൻ ഈ ഒരു ഫംഗ്ഷൻ ഉപയോഗിക്കാൻ പോകുന്നത്. അപ്പോൾ അതിനകത്ത് ഞാൻ എന്ത് ചെയ്യുന്ന വെച്ചാൽ ഡിക്ഷണറി ഓരോന്നായിട്ട് ഇതിനകത്തേക്ക് വരും. എന്നിട്ട് ഞാൻ ഫോർ കീ, ഓക്കെ, ഡിക്ഷണറി നമ്മൾ പഠിച്ചതാണല്ലോ, വാല്യൂ ഇൻ ക്വാർക്സ് ഡോട്ട് ഐറ്റംസ്, അതായത് നമ്മുടെ ഡിക്ഷണറിയിൽ വരുന്ന ഓരോ ഐറ്റത്തിൻ്റെ കീ വാല്യൂം എടുത്തിട്ട് നമ്മൾ എന്ത് ചെയ്യുന്ന വെച്ചാൽ ഇഫ് ഈസ് ഇൻസ്റ്റൻസ്, ഓക്കെ, വാല്യൂ എന്താണെന്ന് ഞാൻ പറയാം, കോമ str, അതായത് ഈ വാല്യൂ സ്ട്രിങ് ആണെങ്കിൽ, കീയും വാല്യൂയും ഈ ഡിക്ഷണറിയിൽ നിന്ന് ഇങ്ങനെ എടുക്കും, അത് സ്ട്രിങ് ആണെങ്കിൽ, അതായത് ഇപ്പോൾ ഏജ് 12 എന്നുള്ള ഒരു സംഗതി ഇവിടെ വരുന്നുണ്ട്, ഇതിനെ നമുക്ക് ക്യാപിറ്റൽ കേസ് ആക്കേണ്ട ആവശ്യമൊന്നുമില്ല, അത് ഇൻറ്റീജർ വാല്യൂ ആണ്. സോ അതിനെ അവോയ്ഡ് ചെയ്തിട്ട് സ്ട്രിങ്ങുകൾ മാത്രം എടുക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഇഫ് ഈസ് ഇൻസ്റ്റൻസ് വാല്യൂ സ്ട്രിങ് കൊടുക്കുന്നത്. എന്നിട്ട് നമ്മൾ എന്ത് ചെയ്യുന്ന വെച്ചാൽ ക്വാർക്സ് ഓഫ്, ഓക്കെ, കീ, ആ ഒരു കീയിലുള്ള വാല്യൂവിനെ നമ്മൾ അതിൻ്റെ വാല്യൂ ഡോട്ട് ക്യാപിറ്റലൈസ് എന്നുള്ളൊരു മെത്തേഡ് ഉണ്ട് പൈത്തണിൽ, സ്ട്രിങ് ക്യാപിറ്റലൈസ് ചെയ്യാൻ വേണ്ടിയിട്ട്. സോ ആ ഒരു സ്ട്രിങ്ങിനെ ക്യാപിറ്റലൈസ് ആക്കിയിട്ട് അത് ആ ക്വാർക്സിൽ സ്റ്റോർ ചെയ്യാൻ പറയാണ്. എന്നിട്ട് നമുക്ക് ഇവിടെ തന്നെ പ്രിന്റ് ചെയ്യാം. അപ്പോൾ തൽക്കാലം എളുപ്പത്തിന് വേണ്ടിയിട്ട് ക്വാർക്സ് പ്രിന്റ് ചെയ്യാം. മനസ്സിലായെന്ന് വിചാരിക്കുന്നു. നമ്മൾ ഈ കീവേഡ് ആർഗ്യുമെന്റിൽ വരുന്ന ഡിക്ഷണറിയിൽ നിന്ന് കീയും വാല്യൂ എടുത്തിട്ട് അത് സ്ട്രിങ് ആണെങ്കിൽ ആ സ്ട്രിങ്ങിനെ ക്യാപിറ്റലൈസ് ചെയ്തിട്ട് വീണ്ടും ആ ഒരു ഡിക്ഷണറിയിൽ സ്റ്റോർ ചെയ്യണം. നമുക്ക് റൺ ചെയ്ത് നോക്കാം. ഓക്കെ, നോക്കൂ, ഇപ്പോൾ നെയിം ആലൻ, പ്ലേസ് കേരള കറക്റ്റായിട്ട് വന്നു, മാളവിക തമിഴ്നാടു, എഞ്ചിനീയർ. സോ നോക്കൂ, ഇപ്പോൾ ഇതിൻ്റെ അഡ്വാൻറ്റേജ് എന്താണെന്ന് വെച്ചാൽ നമുക്ക് എത്ര വാല്യൂസ് വേണമെങ്കിൽ ഇതിലേക്ക് പാസ് ചെയ്യാം. എന്നിട്ട് അതിലെ സെക്കൻഡ് ആർഗ്യുമെൻറ്റിന് വാല്യൂസിനെ എല്ലാം ക്യാപിറ്റലൈസ് ചെയ്ത് തരും. അതായത് ഇപ്പം ഇവിടെ നമ്മൾ ഒന്നും കൂടെ ആഡ് ചെയ്യാണ്. ഇപ്പം എന്താ ആഡ് ചെയ്യാം, നമുക്ക് കൺട്രീന്ന് ആഡ് ചെയ്യാം. ഓക്കെ, കൺട്രി ഇസ് ഈക്വൽ ടു നമ്മൾ ഇങ്ങനെ ഇന്ത്യ എന്ന് കൊടുക്കുകയാണ്. ഓക്കെ, അത് റൺ ചെയ്യുമ്പോൾ ഇന്ത്യ കറക്റ്റായിട്ട് വരും ആൻസറിൽ. ഓക്കെ, സോ അങ്ങനെയാണ് കീവേഡ് ആർഗ്യുമെന്റ്സ് വർക്ക് ചെയ്യുക. മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടമെങ്കിൽ ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്. സീ യു ഇൻ അനദർ വീഡിയോ. ബൈ.